ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു മാസ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കാം. ഒത്തിരി സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായേക്കുവാണ്. നമുക്ക് മാസ്ക് ഇല്ലാണ്ട് വെളിയിലേക്ക് എങ്ങും ഇറങ്ങാൻ പറ്റത്തില്ല. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തുണിയുടെ കട്ട് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാസ്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു തുണി എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കട്ട് പീസോ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ ഒരു തുണിയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കോട്ടൺ ആകുമ്പോൾ നല്ല ബ്രീത്തബിളാണ്. ശേഷം അതിലേക്ക് ഒരു 11 ഇഞ്ചസിൻ്റെ ഒരു സർക്കിൾ വരയ്ക്കണം. നമുക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും 11 ഇഞ്ച് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. 11 ഇഞ്ചിൻ്റെ ഡയമീറ്ററുള്ള ഒരു സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നത്. കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 8 തൊട്ട് 9 ഇഞ്ച് വരെ ഉള്ള ഡയമീറ്ററുള്ള സർക്കിൾ മതിയായിരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു പ്ലേറ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് ഒരു അളവായിട്ട് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളൊരു 11 ഇഞ്ചസ് ഒരു ടേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഒരു വട്ടം വരച്ചാലും മതി. അപ്പോൾ ഈ സർക്കിൾ വരച്ചതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു വട്ടത്തിലുള്ളൊരു തുണിയുടെ പീസ് കിട്ടും. ഇനി ഈ തുണിയുടെ പീസ് നമുക്ക് രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് മടക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെയുള്ളൊരു പോലുള്ളൊരു പീസിലാണ് നമ്മളിങ്ങനെ മടക്കി വെക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോൾഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ മടക്കിയേക്കുന്ന ആ വരയിലൂടെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ കോണ് പോലെ മടക്കിയിട്ട് ആ കോൺ ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനത്തെ 4 പീസ് കിട്ടും. ഇങ്ങനെ 4 കോൺ ഷേപ്പിലുള്ള പീസുകൾ നമുക്ക് കിട്ടും. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് മാസ്കായിട്ട് എടുക്കാൻ പോകുന്നത്. ഈ 4 പീസ് കിട്ടിയതിൽ നിന്ന് 2 പീസ് ഒരുമിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ബാക്കി 2 പീസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ആ കോണിൻ്റെ ഔട്ടർ സർക്കംഫറൻസിലാണ് നമ്മൾ തയ്യൽ വരുന്നത്. ആ ഞാൻ ഈ കാണിക്കുന്ന 2 സൈഡിലും നമുക്കൊന്ന് തയ്ച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ആ 2 സൈഡിലും വലുതായിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ 2 പീസ് കിട്ടും. ഞാൻ രണ്ടിടത്തും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഈ 2 പീസും കൂടെ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 2 നല്ല വശം ഒരുമിച്ച് വരുന്നത് പോലെ, അതായത് അഴുക്ക് വശമാണ് വെളിയിലോട്ട് വരേണ്ടത്. നല്ല വശം അകത്തേക്ക് വരുന്നത് പോലെ വേണം നമ്മളിത് ജോയിൻ ചെയ്യാൻ. അതാവുമ്പോഴാണ് തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടത്തുള്ളൂ. 2 തുണിയുടെ പീസിൻ്റെയും നല്ല വശം അകത്തേക്ക് വരുന്നത് പോലെ നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ ഫുൾ എഡ്ജസിൽ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ഫുൾ അഡ്ജസ്റ്റോടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് കുറച്ച് ഭാഗം ഈ കാണിക്കുന്ന പോലെ കുറച്ചൊരു പോർഷൻ നമ്മളൊന്ന് വിട്ടേക്കണം തയ്ക്കാതെ. ആ ഭാഗത്തൂടെ വേണം നമുക്കിത് തിരിച്ചിടാനായിട്ട്. അപ്പോൾ ബാക്കി ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ എഡ്ജസിലൂടെ എല്ലാം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് സ്റ്റിച്ച് കൊടുക്കാതെ വിട്ടേക്കുന്നത്. ഇനി ആ സ്റ്റിച്ച് കൊടുക്കാതെ വിട്ടേക്കുന്ന പോർഷനിൽ കൂടെ നമുക്ക് ഈ മാസ്ക് ഒന്ന് തിരിച്ചിടാം. അത് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് തിരിച്ചിടാനായിട്ട് പറ്റും. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തയ്ച്ച തയ്യലെല്ലാം ഇതിൻ്റെ അകത്തായി പോവും. ഒരു തയ്യൽ പോലും വെളിയിൽ കാണില്ല. അപ്പോൾ നല്ല പെർഫെക്ഷനോടെ നമുക്ക് ആ മാസ്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. തയ്ച്ച നൂലോ തയ്യലോ ഒന്നും വെളിയിൽ കാണത്തില്ല, എല്ലാം അകത്തേക്കായി പോകും. അപ്പോൾ ഇനി ഇത് തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് എഡ്ജസിന് എന്തെങ്കിലും പെർഫെക്ഷൻ കുറവുണ്ടെങ്കിൽ ഇതുപോലൊരു പേന വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്കത് നല്ല രീതിയിൽ നിവർത്തിയെടുക്കാൻ പറ്റും. ഇനിയാണ് നമുക്കിതിന് ഇലാസ്റ്റിക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 2 എഡ്ജസും നമുക്കത് ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം അവിടെ നമുക്കൊന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇലാസ്റ്റിക് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി നമുക്ക് മാസ്ക് വിയർ ചെയ്യാൻ. തുണിയൊക്കെ വെച്ച് ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്കങ്ങനെ മാസ്ക് ഊരിപ്പോകുന്ന പ്രശ്നമൊന്നും വരത്തില്ല. നല്ല ടൈറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മുടെ മുഖത്ത് തന്നെ ഇരുന്നോളും. അപ്പോൾ ഈ 2 സൈഡിലത്തെയും ജസ്റ്റ് ആ കൂർത്ത് നിൽക്കുന്ന പോർഷൻ ചെറുതായിട്ട് നമുക്കൊന്ന് മടക്കി അടിക്കാം. ഇലാസ്റ്റിക് വെക്കാൻ പാകത്തിനായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമുക്കൊരു ലൂപ്പ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആ ലൂപ്പിൻ്റെ അകത്തൂടെ നമുക്ക് ഇലാസ്റ്റിക് 2 സൈഡിലും വെച്ച് കൊടുക്കാം. അങ്ങനെ ഇലാസ്റ്റിക് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. നമുക്ക് സാധാരണ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഇലാസ്റ്റിക്കാണ്. അധികം കനമൊന്നും ഇല്ലാത്ത ചെറിയ രീതിയിലുള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതിലൊരു 7 ഇഞ്ച് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് വേണ്ടി. അങ്ങനെ 7 ഇഞ്ച് വീതമുള്ള 2 പീസായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ലൂപ്പിനകത്തോടെ ഈ ഇലാസ്റ്റിക് ഒന്ന് സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ സാധാരണ പാൻറ്റിൽ കയറ്റുന്നത് പോലെ ഒന്ന് കയറ്റി കൊടുക്കും. എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡ് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. എന്നിട്ട് ആ തയ്യൽ ആ ലൂപ്പിൻ്റെ അകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഇതും റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ മാസ്ക് കംപ്ലീറ്റ് ആയി കിട്ടും.
അപ്പോൾ നമ്മുടെ മാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തയ്ച്ച ഭാഗം നമ്മൾ ആ തയ്ച്ച ലൂപ്പിൻ്റെ അകത്തേക്ക് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മാസ്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തയ്ച്ച ഒരു ഭാഗവും പുറത്തേക്ക് കാണത്തില്ല. നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും. ഇത് മമ്മിയാണ്, എൻ്റെ മമ്മിയാണ് ഈ മാസ്ക് തയ്ച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഏത് ഡ്രസ്സിന് വേണ്ടിയിട്ടും നമുക്ക് മാച്ചിങ് ആയിട്ട് മാസ്ക് ഇതുപോലെ തയ്ക്കാൻ പറ്റും. അപ്പോൾ മമ്മി ഇതൊന്ന് വെച്ച് കാണിക്കുന്നുണ്ട് മാസ്ക്. ഇതുപോലെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് ഊരിയൊന്നും പോവാതെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. നല്ലൊരു ഷേപ്പ് ആൻഡ് ഫിറ്റിംഗ് ഉള്ളൊരു മാസ്കാണിത്. ബാക്കി നമ്മൾ തുണിയുടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാണുന്ന മാസ്കിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല ഫിറ്റിംഗ് ഉള്ളതും നല്ലൊരു പെർഫെക്ഷൻ ഉള്ളൊരു മാസ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഏത് ഡ്രസ്സിന് വേണ്ടിയിട്ടും മാച്ച് ചെയ്യുന്ന മാസ്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. മമ്മി ഉണ്ടാക്കിയിരിക്കുന്ന ബാക്കി മാസ്കുകളൊക്കെയാണിത്. ഈ കാണുന്ന മാസ്ക് എല്ലാം മമ്മി ഇതുപോലെ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ.